ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസ്റ്റ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ പറയുന്ന നടന്നുകൊണ്ടിരിക്കുന്ന SSC ജിയുടെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ GDയുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതും മറ്റുമായിട്ടുള്ള കുറച്ച് GS പോർഷൻസിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ അവർ പരീക്ഷകൾക്ക് അവർക്ക് വന്നു എന്ന് പറയുന്ന കുറച്ച് ചോദ്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പിക്ക് ചെയ്തതും അതേപോലെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കിയിട്ട് പോകുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും ഒരുപാട് സഹായിക്കുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്മുടെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു പോർഷൻസും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നു വായിച്ചിട്ട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് കടന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചെന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ അല്ലേ? ഓക്കെ ആണേ? അപ്പോൾ നമുക്ക് ഓരോ ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ പ്രോമിനന്റ് ലീഡർ ഓഫ് ദ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ് അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ പ്രധാനമായിട്ടും അതിൻ്റെ രൂപീകരണത്തിന് ശേഷം 1900 അടുക്കുമ്പോൾ തന്നെ രണ്ട് ചേരികളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തിരിയുന്നുണ്ട് അല്ലേ. അതായത് ഒരു മിതവാദികളെന്നും തീവ്ര ദേശീയവാദികളെന്നും പറഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്ട്രീമിറ്റ്സ് എന്നും അല്ലെ പറഞ്ഞ മോഡറേറ്റ്സ് എന്നും രണ്ട് വിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തിരിയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത് ഇവരെ കുറിച്ച് പഠിക്കുന്നത്. 1907 സൂറത്ത് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലും എക്സ്ട്രീമിസ്റ്റിനെ കുറിച്ചും മോഡറേറ്റ്സിനെ പറ്റി എന്ത് ചെയ്യുന്നത്, കോൺഗ്രസിലെ തന്നെ എക്സ്ട്രീമിസ്റ്റിനെ പറ്റിയും മോഡറേറ്റ്സിനെ പറ്റി എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ആ ഒരു മേഖലയിൽ നിന്നാണ്. എന്താണ്? ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ പ്രോമിനന്റ് ലീഡർ ഓഫ് ദ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ലാലാ ലജ്പത് റായ്, ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, WC ബാനർജി അല്ലെങ്കിൽ വ്യോമേഷ് ചന്ദ്ര ബാനർജി അല്ലേ. അങ്ങനെ ഈ പറയുന്ന 4 ഓപ്ഷൻസ് ആണ് അവിടെ ഉള്ളത്. ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരിക എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ് ആണ് അല്ലേ. ആരാ വരുന്നത്? ലാലാ ലജ്പത് റായ് ആണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വഭാവം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കാലഘട്ടത്തിൽ 2 വിഭാഗക്കാരുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഒരു തീവ്രമായ ഒരു ദേശീയ വികാരതയുള്ള ഒരു വിഭാഗം ആളുകളും മോഡറേറ്റ് ആണ് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ നിയമനിർമ്മാണം നടത്തി സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ നിൽക്കുന്ന ആളുകളും അതേപോലെ തന്നെ വിപ്ലവം നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, വിപ്ലവം പോലുള്ള ഈ പറഞ്ഞ അക്രമാസക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ വിറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക സ്വന്തം അധികാരങ്ങൾ നേടിയെടുക്കുക ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ആളുകളും. അപ്പൊ അത്തരത്തില് ഒരു വിഭാഗമായിരുന്നു എക്സ്ട്രീമിസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത്. ആ എക്സ്ട്രീമിസ്റ്റ് വിഭാഗത്തിലെ 3 പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ആരെന്ന് പറയുന്നത് ലാൽ ബാൽ പാൽ എന്ന് പറയുന്നത്. ലാൽ ബാൽ പാൽ ഓക്കെ, നിങ്ങൾ പഠിച്ചു വെക്കാൻ ഇതാണ് ഏറ്റവും എളുപ്പം അല്ലെ. ലാൽ ബാൽ പാൽ ആരൊക്കെയാണ് ലാൽ ബാൽ പാൽ? ഒന്ന് ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ് ആണ് അല്ലെ. ആരാണ് ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്, ലാലാ ലജ്പത് റായ് ആണ്. ഈ ലാലാ ലജ്പത് റായ് അദ്ദേഹത്തിന്റെ ഈ എക്സ്ട്രീമിസ്റ്റ് സ്വഭാവമുള്ള അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനെ അദ്ദേഹം പഞ്ചാബ് ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചാബ് ഭാഗങ്ങളാണ് അദ്ദേഹം ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ, ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ബാൽ എന്ന് പറഞ്ഞ ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് ബാൽ എന്ന് പറയുന്നത്. ബാലഗംഗാധര തിലകാണ് ബാൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം പ്രധാനമായിട്ടും മഹാരാഷ്ട്ര ബേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. മഹാരാഷ്ട്ര അല്ലെ, മഹാരാഷ്ട്ര കേന്ദ്രമാക്കിയാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അടുത്തതാണ് പാല്. ഏതാണ് പാല്? ബിപിൻ ചന്ദ്രപാൽ അല്ലെ. ആരാണ്? ബിപിൻ ചന്ദ്രപാലാണ് പാൽ എന്ന് പറയുന്നത്. ബിപിൻ ചന്ദ്രപാൽ അല്ലെ, ബിപിൻ ചന്ദ്രപാൽ. അപ്പൊ അദ്ദേഹത്തിന് ഈ പറയുന്ന ബംഗാൾ എന്ത് ചെയ്യുന്നത്, ബംഗാൾ കേന്ദ്രമാക്കിയാണ് അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഈ ബിപിൻ ചന്ദ്രപാലിന്റെ കൂടാതെ തന്നെ അരബിന്ദോ ഘോഷ് എന്നൊക്കെ പറയുന്ന അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഒരേപോലെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പേരെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവെ ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് സൂറത്ത് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അതായത് 1907 നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമ്മേളനമാണ് സൂറത്ത് സമ്മേളനം. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സൂറത്ത് സമ്മേളനം എന്ന് പറയുന്നത്. ഈ സൂറത്ത് സമ്മേളനത്തിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസിൽ എന്ത് ചെയ്യുന്ന ഒരു വിള്ളൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം അതിന്റെ ഈ പറയുന്ന സംഘടനാ സ്ഥാനത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ള എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചോദ്യം ഉയരുകയും അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സംഘടനയിലെ ഏറ്റവും ചുരുങ്ങിയ വിഭാഗങ്ങളായിട്ടുണ്ടായിരുന്ന എക്സ്ട്രീമിസ്റ്റ് വിഭാഗങ്ങൾ ബാലഗംഗാധര തിലകനെ എന്ത് ചെയ്യുന്നുണ്ട് നോമിനേറ്റ് ചെയ്യുന്നു. എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആരാണ്? രാജ് ബിഹാരി ഘോഷാണ് എന്ത് ചെയ്യുന്നത് പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലേ.
രാജ് ബിഹാരി ഘോഷാണ് എന്ത് ചെയ്യുന്നത് പക്ഷെ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഈ എക്സ്ട്രീമിസ്റ്റ് വിഭാഗം ഈ പറയുന്ന തീവ്ര ദേശീയവാദികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ തീവ്ര ദേശീയവാദികളും മിതവാദികളും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും അതേപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കും നമ്മൾ കാണുന്നുണ്ട്. അത് എന്ന് മുതലാണ് തുടങ്ങിയത്? അതാണ് 1907 സൂറത്ത് സ്പ്ലിറ്റിന് ശേഷം എന്ന് മുതലാണ് പിന്നെ ഈ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1916 ലക്നൗ സെക്ഷൻ മുതലാണ് അല്ലേ? എന്ന് മുതലാണ് ലക്നൗ സെക്ഷൻ മുതലാണെന്നുള്ളതാണ്. ലക്നൗ സെക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടെ സംയുക്തമായി പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു സെഷനും കൂടിയാണ് ലക്നൗ സെഷൻ എന്ന് പറയുന്നത്. അതിന്റെ അധ്യക്ഷനായിരുന്നു പ്രസിഡന്റ് ആയിരുന്നു AC മജുംദാർ എന്ന് പറയുന്നത് അല്ലേ? AC മജുംദാർ എന്ന് പറയുന്നത് അല്ലേ? ആരാണ് AC മജുംദാർ എന്ന് പറയുന്നത്? അംബിക ചന്ദ്ര മജുംദാർ ആണ് AC മജുംദാർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഈ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദിക്കുന്ന ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. എന്ത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ളവരെല്ലാം തന്നെ എന്താണ് മോഡറേറ്റുകളാണ് അല്ലേ? എന്താണ് മോഡറേറ്റുകളാണ്. ഓക്കെ അല്ലേ? അടുത്തെന്ന് പറഞ്ഞാൽ ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് പുത്താണ്ട് പ്രൈമർലി ഒബ്സർവ്ഡ് ആസ് ദ ട്രഡീഷണൽ ന്യൂ ഇയർ ഫെസ്റ്റിവൽ അക്കോർഡിംഗ് ടു ദ സോളാർ കലണ്ടർ അല്ലേ? പറയുന്ന സൂര്യ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുത്തനാണ്ട് അല്ലെ? പുത്തനാണ്ട് എന്ന് വെച്ചാൽ പുതുവർഷമാണ് കേട്ടോ. പുതുവർഷം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. ഏതായിരിക്കാം? കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഏതായിരിക്കാം പുത്തനാണ്ട്? ഏതായിരിക്കാം? തമിഴ്നാടാണ് കേട്ടോ. ഏതാ വരുന്നത്? തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ പറഞ്ഞ പുത്തനാണ്ട് എന്ന് പറയുന്ന സംവിധാനം എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്ന ഒരു ഫെസ്റ്റിവൽ ആചരിക്കുന്നത്. ന്യൂ ഇയർ ആണ് എന്ത് ചെയ്യുന്നത് സത്യം പറഞ്ഞ പുത്തനാണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില് കേരളത്തിലൊക്കെ വിഷു ഉണ്ടല്ലോ, വിഷു അല്ലേ? എന്താണ് വിഷു? വിഷു തന്നെയാണ് യഥാർത്ഥം എന്തെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില് എന്താണ് ഒരു വർഷം പുലരുന്നത് അല്ലെങ്കിൽ പറയുന്ന ഒരു വർഷം മലയാള വർഷം തുടങ്ങുന്നത് പറയുന്നത് എവിടെ നിന്നാണ്? വിഷു മാസം അല്ലെ വിഷു അന്ന് മുതലാണ് എന്ത് ചെയ്യുന്നത് വർഷം തുടങ്ങുന്നത് അല്ലേ? അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ എന്താണ് ഈ പറയുന്ന പുത്താണ്ട് മുതലാണ് അവിടുത്തെ എന്ത് ചെയ്യുന്ന കലണ്ടർ തുടങ്ങുന്നത് എന്നുള്ളതാണ് അല്ലെ? പ്രാദേശിക കലണ്ടർ തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഉഗാഡി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഉണ്ട്. ഉഗാഡി എന്ന് പറയുന്നത് ഈ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ പറയുന്ന സ്ഥലങ്ങളിലെ പുതുവർഷം തുടങ്ങുന്നത് ഈ ഉത്സവത്തോടു കൂടി തന്നെ, ഉദ്ഗാഡി എന്ന് പറയുന്ന ഫെസ്റ്റിവലിനോട് കൂടി തന്നെയാണ്. ഉദ്ഗാഡി എന്നും യുഗാഡി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ കേട്ടോ. യുഗാഡി എന്നായിരിക്കും ചിലപ്പോൾ കാണുക, അല്ലെങ്കിൽ ഉദ്ഗാഡി എന്നായിരിക്കാം. ഇത് ആന്ധ്ര, തെലങ്കാന, കർണാടക. പണ്ട് ആന്ധ്രയും തെലങ്കാന ഒന്നായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എടുക്കാം. ആന്ധ്ര, തെലങ്കാന, കർണാടക എന്നിവ സ്ഥലങ്ങളിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് ഈ പറയുന്ന ഉഗാഡി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? തമിഴ്നാടാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഫെസ്റ്റിവൽസും പഠിച്ചു വെക്കണം. എവിടൊക്കെയാണ് ഫെസ്റ്റിവൽസ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അല്ലെ? ഈ പറയുന്ന ഓരോ സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ഏതെല്ലാം? ഓണം അല്ലെ? നമ്മുടെ ഇപ്പോൾ ഓണം പറയുന്ന പോലെ തന്നെ, പൊങ്കൽ പറയുന്ന പോലെ തന്നെ അല്ലെ? അതേപോലെ തന്നെ ദുർഗാപൂജ അല്ലെ? അതുമായിട്ട് ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിലൊക്കെ പൂജയൊക്കെ മറ്റും നടക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അല്ലേ? അതേപോലെ തന്നെ എന്താണ് സിഖുകാര്, ജൈനമതക്കാര്, ബുദ്ധമതക്കാര് അല്ലെ? ബുദ്ധ പൂർണിമ എന്നൊക്കെ പറഞ്ഞ് ഒരു പഠിക്കാറില്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നതും ക്ലാസിക്കൽ ഡാൻസുകൾ, ഫോക്ക് ഡാൻസുകളൊക്കെ എന്ത് ചെയ്യുന്നു നോക്കി പോകുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും നന്നായിരിക്കും. Which of the following site features one of the earliest example of റോക്കറ്റ് ചൈത്യ ഹാൾ? റോക്കറ്റ് ചൈത്യ ഹാൾ എന്ന് പറയുന്നത് പൊതുവെ ഏതിൻ്റെ ഫീച്ചർ ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പറഞ്ഞാൽ കനേരി കുന്നുകൾ. എന്താണ്? കനേരിയാണ് എന്ത് ചെയ്യുന്നത്? കനേരി കേവ്സ് ആണ് എന്ത് ചെയ്യുന്നതിന് ഉത്തരമായിട്ട് വരുന്നത്. കനേരി കേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരിയാണല്ലോ? ഓക്കെ, കനേരി അല്ല, കർളയാണ്. സോറി, എന്താണ്? കർളയാണ് കേട്ടോ. കനേരി അല്ല, കർളയാണ്. സോറി, എന്താണ്? കർളയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. കർള. ഓക്കെ, കർള കേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഈ പറയുന്ന കേവ്സിന് അല്ലെങ്കിൽ പറയുന്ന ഗുഹകൾക്ക് എന്താണ് വളരെയധികം പ്രസിദ്ധമായിട്ടുണ്ടായ സ്ഥലം തന്നെയാണ്. ഒരുപാട് ബുദ്ധിസ്റ്റ് ഹാളുകൾ, ഈ ബുദ്ധിസ്റ്റ് ഹാളാണ് ഇപ്പോൾ ഈ പറയുന്ന ചൈത്യാസം ഉദ്ദേശിക്കുന്ന ബുദ്ധിസ്റ്റ് ഹാളുകളാണ് കേട്ടോ. ഇപ്പോൾ ബുദ്ധിസ്റ്റ് ചൈത്യ ഹാളുകളൊക്കെ ഒരുപാട് കാണപ്പെടുന്നത് ഇവിടെ തന്നെയാണ്. ഈ പറയുന്ന കർള കേവ്സിനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്ത് സംരക്ഷിച്ചു പോരുന്നതും ഏറ്റവും വലുതുമായിട്ടുള്ള ഈ പറയുന്ന കേവ്സ് ഒക്കെ എന്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ് അല്ലേ? ബാക്കി ഇപ്പോൾ അജന്ത എല്ലോറ. ഈ അജന്ത എല്ലോറ എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? ഈ മഹാരാഷ്ട്രയിലാണ് വരുന്നത്. അജന്ത എല്ലോറ എന്നൊക്കെ പറയുന്നത് എവിടെയാണ് വരുന്നത്? മഹാരാഷ്ട്രയിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ ഈ അജന്ത എല്ലോറ ഗുഹകൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഈ അജന്ത എന്ന് പറയുന്നത് പൊതുവെ ബുദ്ധിസ്റ്റ് മോങ്കുകളുടെ ഒരു ഗുഹകളാണ് ഈ അജന്ത ഗുഹകൾ എന്ന് പറയുന്നത്. ശതവാഹനന്മാരുടെ കാലഘട്ടങ്ങളിൽ ശതവാഹനന്മാര്, അതേപോലെ തന്നെ വഗതക ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത് ശതവാഹനന്മാര്, വഗതക, യാദവ ഡൈനാസ്റ്റീസ്, ഇവരെ പറ്റിയൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഈ ശതവാഹന ഡൈനാസ്റ്റിയുടെ സമയത്താണ് ആദ്യകാല അജന്ത ഗുഹകൾ എന്ത് ചെയ്യുന്നത് ഉത്ഭവിച്ചു വരുന്നത്. പിൽക്കാലത്ത്
വാഗ്ദക ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നു, അതിലേക്ക് കടന്നു വരുന്നു. വാഗ്ദക ഡൈനാസ്റ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റൂളറായിരുന്നു ഈ ഹരിസേനൻ എന്ന് പറയുന്നത്. ഹരിസേനന് ശേഷം പിന്നെ അവിടെ അജന്ത ഗുഹകൾ ഇച്ചിരിയും കൂടെ വികസിക്കുകയും നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വരുന്നതും ഈ പറഞ്ഞ ഗുപ്ത കാലഘട്ടങ്ങളിലുമാണ് കേട്ടോ. എന്താണ്? ഗുപ്ത കാലഘട്ടങ്ങളിലുമാണ്. ഇനി എല്ലോറ ഗുഹകളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ എല്ലോറ ഗുഹകൾ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആദ്യ കാലങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രാഷ്ട്രകൂത ഡൈനാസ്റ്റിയുടെ സമയത്താണ് എന്ത് ചെയ്യുന്നത്, അത് ഉയർന്നു വരുന്നത്. ഈ എല്ലോറ ഗുഹകളുടെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഈ പറയുന്ന കൈലാഷ് ടെമ്പിൾ ഉണ്ട്. കൈലാഷ് ടെമ്പിൾ ഒറ്റക്കൽ മണ്ഡപമായിട്ടുണ്ടായത്, ഒറ്റക്കൽ എന്താണ് അമ്പലമായിട്ടുണ്ടായിരുന്ന കൈലാഷ് ടെമ്പിൾ. ഈ കൈലാഷ് ടെമ്പിൾ എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? എല്ലോറയിലാണ് കാണപ്പെടുന്നത്. കൃഷ്ണൻ ഒന്നാമൻ അല്ലേ, ഇതാണ് കൃഷ്ണൻ ഒന്നാമൻ. കൈലാഷ് ടെമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ശിവന് വേണ്ടിയിട്ടുള്ള ഒരു അമ്പലമാണ്. പക്ഷേ നിർമ്മിച്ചത് കൃഷ്ണനാണെന്ന് ആലോചിച്ചാൽ മതി. കൃഷ്ണ വണ്ണാണ് എന്ത് നിർമ്മിച്ച് നൽകുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജൈന എന്താണ് കേവ്സ് ഉണ്ട്, ജെയിൻ കേവ്സ് ഒക്കെ ഉണ്ട്. അത് പ്രധാനമായിട്ടും പണിയുന്നത് സമയത്താണ്, യാദവന്മാരുടെ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ജൈന ഗുഹകളൊക്കെ എന്ത് ചെയ്യുന്നത്, എല്ലോറ കേവ്സ് ബന്ധപ്പെട്ട് നിർമ്മാണം നടക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കുക. ഡെക്കാൻ പ്ലാറ്റു ഈസ് ലാർജ്ലി കമ്പോസ്ഡ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അല്ലേ. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പറയുന്ന എല്ലാവർക്കും തന്നെ ഈ പറയുന്ന ജോഗ്രഫിയിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരണോ നിർബന്ധമില്ല, ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരണോ നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മേഖലകൾ ഇങ്ങനെ എന്താണ് ഏറെക്കുറെ അത്യാവശ്യം ചോദ്യങ്ങൾ വരുന്ന മേഖലകൾ എന്തെന്ന് പഠിച്ചുകൊണ്ട് പോകുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഡെക്കാൻ പ്ലേറ്റ് ഈസ് ലാർജ്ലി കമ്പോസ്ഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നുള്ളതാണ്. ഡെക്കാൻ പീഠഭൂമി പ്രധാനമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ എന്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫലഭൂഷ്ടമായിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ ഇപ്പം നിർമ്മിച്ചിരിക്കുന്നതെന്നോ നോക്കാം. എന്താണ്? ഗ്രാനൈറ്റ് തുള്ളി, സാൻഡ്സ്റ്റോണ്, ബസാൾട്ടിക് ലാവ, അലൂവിയൽ സോയിൽ. ഏതായിരിക്കാം വരുന്നത്? എന്തായാലും അലൂവിയൽ സോയിൽ വരത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയില്ല. എക്കൽ നിക്ഷേപമൊക്കെ ഉള്ളത് എവിടെയാണ്? ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലാണുള്ളത് അല്ലേ. എവിടെയാണത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അല്ലെങ്കിൽ നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയാം അല്ലേ. അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണെന്ന് പറയുന്നത് ഈ സമതലങ്ങളിലാണ്. ഗംഗാ സമതലം, സിന്ധു സമതലം, ബ്രഹ്മപുത്ര സമതലങ്ങളിലാണ് എന്ത് കാണുന്നത്, നമുക്ക് ഈ പറയുന്ന അലൂവിയൽ സോയിൽ കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. അതെവിടെയാണ്? നോർത്തേൺ പ്ലെയിൻസിലാണ് അല്ലേ. പറയുന്ന നോർത്തേൺ പ്ലെയിൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡി നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം അല്ലേ. പിന്നെ ഗ്രാനൈറ്റ് ഉള്ളി, സാൻഡ്സ്റ്റോൺ, ബസാൾട്ടിക് ലാവ. ഈ സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത്, സാൻഡ്സ്റ്റോൺ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയായിരിക്കാം? അത് രാജസ്ഥാനിലാണ് അല്ലേ. എവിടെയാണത്? രാജസ്ഥാനിലാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സാൻഡ്സ്റ്റോൺ കാണുന്നത്. സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്കാണ് അല്ലേ. എന്താണ്? ഒരു സെഡിമെന്ററി റോക്കാണ് ഈ പറയുന്ന സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ സാൻഡ്സ്റ്റോൺ നമുക്ക് എന്ത് ചെയ്യാൻ, കളയാം അല്ലേ. പിന്നെ കിടക്കുന്ന ഗ്രാനൈറ്റ് ഉള്ളിയും ബസാൾട്ടിക് ലാവയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്തിലൂടെ തന്നെയാണ്? അത് ഈ പറയുന്ന ഉരുകി നിറഞ്ഞ ലാവയിലൂടെയാണ് അല്ലെ. ഉരുകി നിറഞ്ഞ ഒരു ഭാഗങ്ങളിലേക്ക് ഉരുകി നിറഞ്ഞ ലാവയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് ബസാൾട്ടിക് ലാവ എന്നുള്ളതാണ് അല്ലേ. എന്താണ്? ബസാൾട്ടിക് ലാവ എന്നുള്ളതാണ്. ഈ ബസാൾട്ടിക് ലാവ പിന്നെ അവിടെ കിടന്ന് തണുത്തുറഞ്ഞ് എന്തായിട്ട് മാറുന്നത്, ബ്ലാക്ക് സോയിലായിട്ട് മാറുന്നില്ല. എന്തായിട്ട് മാറുന്നത്? ബ്ലാക്ക് സോയിലായിട്ട് മാറുന്നത്. അപ്പോൾ ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ എവിടുത്തെ പ്രത്യേകത ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകതയാണ് ഈ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ എവിടുത്തെ പ്രത്യേകതയാണിത്? ഡെക്കാൻ പീഠഭൂമിയിലെ പ്രത്യേകതയാണ് അല്ലേ. ഓക്കെ, പരുത്തി മണ്ണ് എന്ന് പറയും, കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ പറയാം, റഗർ സോയിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണിത്? അത് ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട മണ്ണിനമാണെന്ന് എന്ത് ഓർത്തിരിക്കുക. അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് നോർത്തേൺ പ്ലെയിൻസിന്റെ പ്രധാനപ്പെട്ട മണ്ണിനമാണ്. സാൻഡ്സ്റ്റോൺ കൂടുതലായി കാണപ്പെടുന്നത് രാജസ്ഥാൻ എന്ന് പറയുന്ന മേഖലകളിലാണ് അല്ലെ. സെഡിമെന്ററി റോക്കാണ് ഇപ്പോൾ സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഗ്രാനൈറ്റ്, ഈ ഗ്രാനൈറ്റും ബസാൾട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭൂമിയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്ന ലാവ ഒരുപാട് കാലം അവിടെ കിടന്ന് പതുക്കെ തണുത്തുറയുകയും അവിടെ ഈ പറയുന്ന ക്രിസ്റ്റലൈൻ സംവിധാനങ്ങൾ ഫോം ചെയ്യുകയും ചെയ്ത് ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് സമയം എടുത്താണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഇൻട്രൂസീവ് ഇഗ്നീഷ്യസ് റോക്ക് എന്നാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇൻട്രൂസീവ് ഇഗ്നീഷ്യസ് റോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻട്രൂസീവ് ഇഗ്നീഷ്യസ് റോക്സ് എന്നാണ് എന്ത് ചെയ്യുന്നത് അതിനറിയപ്പെടുന്നത് അല്ലേ. ഈ പറയുന്ന ആഗ്നേയശിലകളുടെ ഒരു പ്രത്യേകതയാണ്. ആഗ്നേയശിലകളിൽ ഒന്നാണ് ഇപ്പം ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് നാളം കടന്ന് പതുക്കെ തണുത്താണ് ഉണ്ടാകുന്നത്. എന്നാൽ ബസാൾട്ട് ശിലകളുടെ പ്രത്യേകത എന്താണ്? ബസാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്മ മുകളിലേക്ക് വന്ന് പെട്ടെന്ന് തണുത്തുറയുകയും ചെയ്താൽ പെട്ടെന്ന്, അതായത് മാഗ്മ മുകളിലേക്ക് വന്ന് പെട്ടെന്ന് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണെന്ന് പറയുന്നത് ബസാൾട്ട് ശിലകൾ എന്ന് പറയുന്നത് അല്ലേ. ബസാൾട്ട് ശിലകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് വിളിക്കും? അതിനെ എക്സ്ട്രൂസീവ് ഇഗ്നീഷ്യസ് റോക്ക് എന്ന് വിളിക്കുക അല്ലെ. എക്സ്ട്രൂസീവ് ഇഗ്നീഷ്യസ് റോക്ക് എന്ന് വിളിക്കുക അല്ലെ. ഇഗ്നീഷ്യസ് റോക്സ് എന്ത് നമ്മൾ വിളിക്കും എന്നുള്ളതാണ്. ഇഗ്നീഷ്യസ് റോക്സ് എന്ത് നമ്മൾ വിളിക്കും. ഓക്കെ അല്ലേ.
നീഷ്യസ് റോക്സ് എന്ന് എന്ത് ചെയ്യും നമ്മളതിനെ വിളിക്കും. നീഷ്യസ് റോക്സ് എന്ന് എന്ത് ചെയ്യും നമ്മളതിനെ വിളിക്കും. അപ്പോൾ ഇതിന് ഉത്തരവായിട്ട് വരുന്നത് ബസാൾട്ടിക് ലാവ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചോദ്യം വരുന്നത് ഇനി കറുത്ത റിഗർ മണ്ണ് എവിടെയാണ്, ഈ പറയുന്ന കോട്ടൺ സോയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഓർത്തിക്കുക ഡെക്കാനിലാണ്. എവിടെയാണ്? ഡെക്കാനിലാണെന്ന് ആലോചിക്കുക. അല്ലെ, മഹാരാഷ്ട്രയും കർണാടകയൊക്കെ അടങ്ങുന്ന ഡെക്കാനിലാണ്. അടുത്തത് ദി ഇന്ത്യൻ കറൻസി സിസ്റ്റം ഇസ് ബേസ്ഡ് ഓൺ വിച്ച് സിസ്റ്റം? ഇന്ത്യൻ കറൻസി സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണുള്ളത്? അത് ഡെസിമൽ സിസ്റ്റം ആണോ, ഫ്രാക്ഷണൽ സിസ്റ്റം ആണോ, ഒക്ടൽ സിസ്റ്റം ആണോ, ബൈനറി സിസ്റ്റം ആണോ എന്നുള്ളതാണ്. ഏതായിരിക്കും വരുന്നത്? ഏതാ വരുന്നത്? ഡെസിമൽ സിസ്റ്റം ആണ് വരുന്നത് കേട്ടോ. എന്താണ്? ഡെസിമൽ സിസ്റ്റം ആണ് വരുന്നത്. ഡെസിമൽ സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ കൊണ്ടുപോകുന്ന സിസ്റ്റം ഓഫ് കറൻസി എന്ന് പറയുന്നത് അല്ലെ. സിസ്റ്റം ഓഫ് കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസിമൽ സിസ്റ്റം ഓഫ് കറൻസി ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന കറൻസി സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. അത് 1957 എന്ത് ചെയ്യുന്നത്? ഈ കറൻസി സിസ്റ്റം എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അതായത് ഇന്ന് കാണുന്ന ഇന്ത്യയുടെ റുപ്പിയുണ്ടല്ലോ, റുപ്പി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്തിൽ നിന്നാണ് വരുന്നത്? ഈ പണ്ട് നമ്മൾ പറയില്ല അണ പയ്യ അല്ലേ, അണാ പയ്യ എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന രൂപപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ് അല്ലേ. ഇവിടെ ഇടുന്നുണ്ടോ? അതായത് പണ്ട് കാലങ്ങളിലെ റുപ്പിക, അണ, അതേപോലെ എന്താണ് എന്നീ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ഡെസിമൽ കറൻസിയിലേക്ക് എന്ത് ചെയ്തു? പിൽക്കാലത്ത് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഡെസിമൽ സിസ്റ്റം ആട്ടോ. ഈ പറയുന്ന ബൈനറി ആയിരിക്കത്തില്ല, ഒക്ടകൾ ആയിരിക്കത്തില്ല, ഫ്രാക്ഷണൽ ആയിരിക്കത്തില്ല. ഓക്കെ, അടുത്തത് ഹിസ്റ്ററി എന്നൊരു ചോദ്യമാണ്. ഹിസ്റ്ററി അല്ല, ഇതെന്ന് പറയുന്നത് എന്താണ്? ജോഗ്രഫി എന്നുള്ള ചോദ്യമാണ്. വിച്ച് മൗണ്ടെയിൻ റേഞ്ച് ഈസ് ഡിസെക്റ്റഡ് ബൈ റിവേഴ്സ് ലൈക്ക് മഹാനദി, ഗോദാവരി ആൻഡ് കൃഷ്ണ? മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ പറയുന്ന നദികൾ എന്ത് ചെയ്യുന്നത്? മുറിച്ചു കടക്കുന്നത് ഏത് മലനിരകളെയാണെന്നുള്ളതാണ് അല്ലേ. ഇത് പ്രധാനമായിട്ടും എന്താണ്? പെനിൻസുലാർ നദികളിലെ പേരുകേട്ട നദികളാണ് ഈ പറയുന്ന മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ പറയുന്ന നദികൾ അല്ലേ. അവര് എങ്ങോട്ടേക്കാണ് പൊതുവെ ഒഴുകുന്നത്? അവരെല്ലാം തന്നെ ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഒഴുകി ചെന്ന് ചേരുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ വിച്ച് മൗണ്ടെയിൻ റേഞ്ചസ് ഡിസെക്റ്റഡ് ബൈ ദ റിവേഴ്സ് ലൈക്ക് മഹാനദി, ഗോദാവരി, കൃഷ്ണ അവരെല്ലാം ഈ പറയുന്ന രീതിയിൽ ഖണ്ഡിക്കുന്നത് ഏത് മലനിരകളെ ആയിരിക്കാം? ഇങ്ങനെ പോകുമ്പോൾ ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്? അവർ ഖണ്ഡിച്ചൊഴുകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലനിരകൾ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കാം? ഈ മലനിരകൾ എന്ന് പറയുന്നതാണ് ഈസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഈസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. ഈസ്റ്റേൺ ഗാട്ട്സിനെയാണ് എന്ത് ചെയ്യുന്നത്? അവർ എന്ത് ചെയ്യുന്നത്? ഡിസെക്റ്റ് ചെയ്ത് ഒഴുകുന്നത് എന്നുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ട്രിബ്യൂട്ടറീസ് എവിടെ നിന്ന് ഒഴുകി വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഓർത്തിരിക്കുക. കൃഷ്ണയൊക്കെ ആണെങ്കിൽ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒഴുകി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? നോട്ട് ചെയ്ത് വെക്കുക അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? മഹാനദി എവിടെ നിന്ന് ഒഴുകി വരുന്നു? ഗോദാവരി എവിടെ നിന്ന് ഒഴുകി വരുന്നു അല്ലേ. മഹാനദി എവിടെ നിന്ന് ഒഴുകി വരുന്നു? ഗോദാവരി എവിടെ നിന്ന് ഒഴുകി വരുന്നു? കൃഷ്ണ ഈ പറയുന്ന മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. അതേപോലെ തന്നെ നാസിക്കിൽ നിന്ന് ഈ പറയുന്ന എന്താണ്? നാസിക് ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഏത് നദിയാണ്? അതേപോലെ ഷിഹാബ കുന്നുകളിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ ഏതെല്ലാമാണ് അല്ലേ. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അടുത്തത് ഹൂ ബിൽട്ട് ഹുമയൂൺസ് ടോംബ്? ഹുമയൂൺസ് ടോംബ് എന്ത് ചെയ്യുന്നത്? നിർമ്മിച്ചത് ആരാണെന്നുള്ളതാണ്. ഹുമയൂൺ ടോംബ് അല്ലെ. ഈ പറയുന്ന മുഗൾ സാമ്രാജ്യത്തിൽ രണ്ടാമത്തെ രാജാവായിട്ടുണ്ടായിരുന്നു ഹുമയൂൺ. ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നത് ബാബറാണ്, രണ്ടാമത്തെ രാജാവാണ് ഹുമയൂൺ എന്ന് പറയുന്നത് അല്ലേ. വളരെ കുറച്ച് കാലം മാത്രമാണ് അദ്ദേഹത്തിന് ഭരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ ഹുമയൂൺ എന്ത് ചെയ്യുന്നത്? ഹുമയൂൺ എന്ത് ചെയ്തത്? ഹുമയൂണിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശവകുടീരം പണിയുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അല്ലേ. ഹാജി ബീഗം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് വേണ്ടി ശവകുടീരം പണിയുന്നുള്ളതാണ് അല്ലെ. ഹാജി ബീഗം അല്ലെ. ബീഗം എന്നും ഹാജി ബീഗം എന്നറിയപ്പെടുന്ന അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഹുമയൂണിന് വേണ്ടിയിട്ട് ശവകുടീരം എന്ത് ചെയ്യുന്നത്? പണിയുന്നത് എന്നുള്ളതാണ് അല്ലെ. അവർക്ക് വേണ്ടിയിട്ട് ശവകുടീരം എന്ത് ചെയ്യുന്നത്? പണിയുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഹുമയൂൺ ടോംബ് പണിയുന്ന ആരാണ്? ബീഗം എന്ന്. ചിലപ്പോൾ ഹാജി ബീഗം എന്നായിരിക്കത്തില്ല, ബീഗം എന്നായിരിക്കും ചിലപ്പോൾ കാണുന്നത് കേട്ടോ. ബീഗം ചോദിച്ചാലും ഹാജി ബീഗം ചോദിച്ചാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ആരുടെ ഭാര്യയാണ്? ഹുമയൂണിന്റെ ഭാര്യയാണ് ഇവരെന്ന് പറയുന്നത് അല്ലേ. ഓക്കെ അല്ലേ. ഈ ഷേർഷാ സൂരിയുടെ ഈ പറയുന്ന ടോംബ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ബീഹാറിലാണ് കാണപ്പെടുന്നത്. ബീഹാറിലാണ്. അത് അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ മകൻ എന്ന് പറയുന്നത് അദ്ദേഹം സക്സസറാണ്. മകനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഷേർഷാ സൂരിക്ക് വേണ്ടി ടോംബ് എന്ത് ചെയ്യുന്നത്? നിർമ്മിച്ച് നൽകുന്നത്. പിന്നെ ഷാജഹാനെ അദ്ദേഹത്തിന് അടക്കം ചെയ്യുന്നത് താജ്മഹാലിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുണ്ടായിരുന്ന ജഹാംഗീർ തന്നെയാണ്, ജഹാംഗീർ അല്ല ഔറംഗസേബ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പറയുന്ന അച്ഛനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നത്? അമ്മയോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നത്? അച്ഛനെ എന്ത് ചെയ്യുന്നത്? അടക്കം ചെയ്യുന്നത് അല്ലേ. ഇപ്പം മുംതാസിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നത്? ഈ ഷാജഹാനെ അടക്കം ചെയ്യുന്ന ആര് തന്നെയാണ്? ഈ പറയുന്ന ഔറംഗസേബ് തന്നെയാണ്. എവിടെ അടക്കം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ താജ്മഹാലിൽ തന്നെയാണ് അല്ലേ. ഓക്കെ അല്ലേ. അടുത്ത് നോക്കുക,
as per census 2011, which of the following states are the lowest percentage of Christian population out of the total population of the state? അല്ലേ 2011 സെൻസസിന് ശേഷം അല്ലെങ്കിൽ സെൻസസിൽ ഏറ്റവും കുറവ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാണെന്നുള്ളതാണ്. എവിടെയാണ് ഏറ്റവും കുറവ് എന്താണ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിലാണ് കേട്ടോ. എവിടെയാണ്? ബീഹാറിലാണ് ഏറ്റവും കുറവ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ളതെന്നുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് എവിടെയാണ്? ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് എവിടെയായിരിക്കാം? ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു 2011 സെൻസസ് ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളതെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലും ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് എവിടെയായിരിക്കും? ഏറ്റവും ചെറിയ സ്ഥലം ഏതാണ്? സിക്കിമിലുമാണ് അല്ലേ. എവിടെയാണ്? സിക്കിമിലുമാണെന്നുള്ള കാര്യം എന്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ. അടുത്തത് which of the following exemplifies one of the greatest achievement in the ancient Buddhist rocket architecture അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരവായിട്ട് വരുന്ന ഏതായിരിക്കാം? പറയാവോ? ഇതാണ് അജന്ത ഗുഹകളാണ് വരുന്നത്. എന്താണ് അജന്ത ഗുഹകളാണ്? നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അജന്ത ഗുഹകൾ എന്ന് പറയുന്നത് തന്നെ പൊതുവെ പറഞ്ഞ ബുദ്ധിസ്റ്റ് കേവുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. കാരണം ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസും ഒക്കെ ഒരുപാടുള്ള സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ അജന്ത ഗുഹകൾ എന്ന് പറയുന്നത്. ശതവാഹനന്മാരുടെ കാലഘട്ടം അല്ലേ. ഈ പറയുന്ന ശതവാഹനന്മാരുടെ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിസ്റ്റ് കേവുകൾ എവിടെ വരുന്നുണ്ട്? ഈ പറയുന്ന അജന്ത ഗുഹകളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിൽക്കാലത്ത് വഗതക ഡൈനാസ്റ്റി വന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിച്ചേർത്തൽ നടക്കുന്നുണ്ട് അല്ലെ. വഗതക ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട രാജാവായ ഹരിസേനന്റെ കാലഘട്ടത്തിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങൾ വരുന്നത് ഗുപ്ത കാലഘട്ടത്തിലാണ് അല്ലെ. എവിടെയാണ്? ഗുപ്ത കാലഘട്ടത്തിലാണ്. ഇവിടെ ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണെന്നുള്ള കാര്യം ഇവിടെ എന്ത് നോട്ട് ചെയ്ത് നോക്കാം. മഹാരാഷ്ട്ര അല്ലെ. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അല്ലെ. അല്ലെ ഈ അജന്ത ഗുഹകൾ കാണപ്പെടുന്നത്. അടുത്തത് അക്കോർഡിംഗ് ടു ദ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് ഓഫ് 1963 ദ കമ്മിറ്റി ഓൺ ഒഫീഷ്യൽ ലാംഗ്വേജ് കൺസിസ്റ്റിംഗ് ഓഫ് ഹൗ മെനി മെമ്പേഴ്സ് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് ഓഫ് 1963 പ്രകാരം ഈ കമ്മിറ്റിയിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. എത്ര അംഗങ്ങളായിരിക്കാം? പറയാവോ? എത്ര അംഗങ്ങളായിരിക്കാം ഉണ്ടാവുക? 30 അംഗങ്ങളാണ് ഉണ്ടാവുക അല്ലേ. എത്ര അംഗങ്ങളാണ്? 30 അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുക. പ്രധാനമായിട്ട് ഇന്ത്യക്ക് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഉള്ളത് അല്ലേ. 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ ഇന്ത്യക്ക് എന്തില്ല? ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല അല്ലെ. ഇന്ത്യക്ക് എന്തില്ല? ഒരു നാഷണൽ ലാംഗ്വേജ് ഇല്ല എന്നുള്ളതാണ്. 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്. ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ 8th ഷെഡ്യൂളാണ് അല്ലേ. 8th ഷെഡ്യൂളിലാണ് എന്ത് ചെയ്യുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ആദ്യം 14 ലാംഗ്വേജസ് ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയങ്ങളിൽ 14 ലാംഗ്വേജസ് മാത്രമാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് 71st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വരുന്നുണ്ട്. 71ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, 92ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അല്ലേ. ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഈ സമയങ്ങളിലൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്ന കൂട്ടിച്ചേർക്കലുകളുടെ ഭാഗമായിട്ടാണ് 22 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് പിൽക്കാലത്ത് ഉയരുന്നത് അല്ലേ. ഈ പറയുന്ന 92ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിന്റെ ഭാഗമായിട്ട് ബോഡോ, ദോഗ്രി, മൈഥിലി, സാന്താലി എന്നീ പറയുന്ന ഭാഷകളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിച്ചേർക്കുന്നതോട് കൂടി തന്നെ 2003 ഈ ഭാഷകളും കൂടി കൂട്ടിച്ചേർക്കുന്നതോട് കൂടി തന്നെ ബോഡോ, ദോഗ്രി, മൈഥിലി, സാന്താലി അല്ലെ. സാന്താലി എന്നീ പറയുന്ന ഭാഷകൾ കൂട്ടിച്ചേർക്കുന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? 22 ഭാഷകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒഫീഷ്യൽ ലാംഗ്വേജസ് മാറുന്നുണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് നോക്കണേ. അടുത്തത് in which of the years was the National Income Committee appointed in India? നാഷണൽ ഇൻകം കമ്മിറ്റി ഇന്ത്യയായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ഏത് വർഷമാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ്? ഏതാണ്? 1949 എന്ത് ചെയ്യുന്നത്? നാഷണൽ ഇൻകം കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ അല്ലേ. ഇപ്പൊ നാഷണൽ ഇൻകം കമ്മിറ്റി ഫോം ചെയ്യുന്നത് ഏത് വർഷമാണ്? 1949 എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ പൊതുവെ മറ്റൊരു ചോദ്യം വരാനുള്ള സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കാം അല്ലെ. ചെയർമാൻ ആരായിരുന്നു എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക. PC മഹലനോബിസ് ആണ് അല്ലെ. PC മഹലനോബിസ് അല്ലെ. മഹലനോബിസ് ആണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ചെയർമാനായിട്ട് ഉണ്ടായിരുന്നെന്നുള്ളതാണ് അല്ലെ. ചെയർമാനായിട്ട് ഉണ്ടായിരുന്നെന്നുള്ള കാര്യം അല്ലെ. നമ്മൾ എന്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ മഹലനോബിസിന്റെ പേരിലുള്ള ഒരു 5-year പ്ലാൻ ഉണ്ട്. ഏതാണ്? ഈ പറയുന്ന സെക്കൻഡ് 5-year പ്ലാൻ ആണ് അല്ലെ. സെക്കൻഡ് 5-year പ്ലാൻ ആണ് ഈ പറയുന്ന മഹലനോബിസ് മോഡൽ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത് അല്ലെ. ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? ഹാരോൾഡ് ഡോമർ മോഡൽ ആണെങ്കിൽ സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത് PC മഹലനോബിസ് മോഡലാണ് അല്ലെ. മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അടുത്തത് in which method of national income estimation calculates the value of all final goods and services produced എന്നുള്ളതാണ് അല്ലെ. ഈ പറയുന്ന രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ സാധന സേവനങ്ങളുടെയൊക്കെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിന്റെ ഏത് മെത്തേഡ് വഴിയാണെന്നുള്ളതാണ് ചോദ്യം. ഏത് മെത്തേഡ് വഴിയായിരിക്കാം? പ്രോഡക്റ്റ് മെത്തേഡ് വഴിയാണ് അല്ലെ. എന്താണ്? അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ് വഴിയാണ്. പ്രോഡക്റ്റ് മെത്തേഡ് വഴിയാണെന്നുള്ള കാര്യം എന്താ നോട്ട് ചെയ്ത് വെക്കുക. ഉൽപാദന രീതി, പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെ.
പ്രൊഡക്ഷൻ മെത്തേഡ് എന്നായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പേര്. ഈ വാല്യൂ ആഡഡ് അപ്രോച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇത് തന്നെയല്ലേ, വാല്യൂ ആഡഡ് അപ്രോച്ച് എന്നായിരിക്കും ചിലപ്പോൾ വരിക. വാല്യൂ ആഡഡ് അപ്രോച്ച് എന്നായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് തന്നെ സെലക്ട് ചെയ്യുക അല്ലേ. ഈ പറയുന്ന വിച്ച് മെത്തേഡ് നാഷണൽ എസ്റ്റിമേഷൻ കാൽക്കുലേറ്റ്സ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസർ എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക എന്താണത്? പ്രൊഡക്ഷൻ മെത്തേഡാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരിക. പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് അപ്രോച്ച് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, പൊതുവെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഈ പറയുന്ന രീതിയിൽ ഇൻകം മെത്തേഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട് അല്ലെ, പ്രൊഡക്ഷൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പൊതുവെ പ്രൊഡക്ഷൻ മെത്തേഡാണ് അല്ലേ. ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വരുമാനത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലേ. അപ്പോൾ അത് ഏത് മെത്തേഡായിരിക്കാം? ഉൽപാദന ഘടകങ്ങളായിട്ടുണ്ടായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം കണക്കിലാക്കിയാണ് നമ്മൾ ഈ പറയുന്ന വരുമാനം ഈ പറയുന്ന നാഷണൽ ഇൻകം കണക്ക് കൂട്ടുന്നെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻകം മെത്തേഡ് എന്ന് വിളിക്കും അല്ലേ. ഇതാണ് ഇൻകം മെത്തേഡ്. ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തി കണക്ക് കൂട്ടുന്നത് ഇൻകം മെത്തേഡാണ് അല്ലേ. ഓക്കെ അല്ലേ. പിന്നെ ഈ കൺസംഷൻ എക്സ്പെൻഡിച്ചറെ ബന്ധപ്പെട്ട് അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും ചിലവഴിക്കുന്നത് സേവനങ്ങൾക്കുമായിട്ട് നമ്മൾ എത്രത്തോളം പൈസ ചിലവഴിക്കുന്നു അല്ലേ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആയിരിക്കും അല്ലേ. എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് നാഷണൽ ഇൻകം എന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് ഇൻ ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് റെഗുലേറ്റ്സ് ദ ഫംഗ്ഷനിങ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫംഗ്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ആക്ട് ആണെന്നുള്ളതാണ് അല്ലേ. അപ്പം ആ ഒരു ചോദ്യം കണ്ടാൽ തന്നെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. എന്താണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. ബാങ്കുമായി ബന്ധപ്പെട്ടത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 ആണ് അല്ലെ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 ആണ് അല്ലെ. അതായത് ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ലൈസൻസിങ്, അതേപോലെ തന്നെ മാനേജ്മെന്റ്, പ്രവർത്തനം എന്നിവ എന്ത് ചെയ്യുന്നത് എന്നിവ മറ്റു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത് അവരെ കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആരായിരിക്കാം? അത് RBI ആണെന്നുള്ളതാണ് അല്ലേ. അത് നിയന്ത്രിക്കുന്ന ആരാണ്? RBI ആണ്. അതാണ് പ്രധാനമായിട്ട് എന്തിലൂടെ പറയുന്നത്? ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 പറയുന്നത് അല്ലേ. ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ എന്താണ് അതിന്റെ ഇപ്പോൾ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ലൈസൻസ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് ആയിക്കോട്ടെ, പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത് നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആരുടെ കീഴിലായിരിക്കാം അല്ലെ? ആറ് അധികാര പരിധിക്കുള്ളിൽ വരുന്നതായിരിക്കും. RBIയുടെ അധികാര പരിധിക്കുള്ളിൽ വരുന്നതായിരിക്കാം അല്ലെ. അടുത്തത് കമ്പനീസ് ആക്ട് ഒക്കെ ഉണ്ട്. കമ്പനീസ് ആക്ട് എന്താണ്? കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് അല്ലെ, അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഉത്തരവാദിത്തം, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെ, അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ആക്ടാണ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം ചെയ്യേണ്ട അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് ഈ പറയുന്ന ആദായ നികുതിയായിട്ട് ചുമത്തപ്പെടുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമമാണ് ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത് അല്ലെ. ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത്. അടുത്തത് RBI ആക്ട് ഓഫ് 1934 ആണ്. അതായത് 1934 ഇപ്പൊ RBI ആക്ടിന്റെ ഭാഗമായിട്ടാണ് 1935 എന്ത് വരുന്നത്? ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നത് അല്ലെ. ഈ പറഞ്ഞ ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ ഇന്ന് അറിയപ്പെടുന്ന അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് RBI എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ആദ്യത്തെ എന്താണ് ഗവർണർ ആയിരുന്നു ഓസ്ബോൺ സ്മിത്ത് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഓസ്ബോൺ സ്മിത്ത് എന്ന് പറയുന്നത്? ഹിൽട്ടൺ കമ്മീഷന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത് ഈ പറയുന്ന RBI എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ് അല്ലെ. ഓക്കെ അല്ലേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ 1935 RBI ആക്ടിന്റെ ഭാഗമായിട്ടാണ് 1935 RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അടുത്തത് രാജസ്ഥാൻ അഡോപ്റ്റഡ് വിച്ച് സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ 1959. 1959 ഏത് പഞ്ചായത്തി രാജ് സംവിധാനം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ രീതിയാണ് എന്ത് ചെയ്യുന്നത് രാജസ്ഥാൻ എന്ത് ചെയ്യുന്നത് കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ അല്ലേ. പ്രധാനമായിട്ടും ഈ പറഞ്ഞ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് ഈ 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അല്ലെ. എന്താണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് അല്ലെ. മേത്ത കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഇതിനുശേഷം പിന്നെ അശോക് കുമാർ മോഡൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് സിംഗ്വി കമ്മിറ്റി വരുന്നുണ്ട് അല്ലെ. അതിനുശേഷം ഗാഡ്ഗിൽ കമ്മിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കമ്മിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരും ഓരോ റെക്കമെൻഡേഷൻസ് എന്ത് ചെയ്യുന്നതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ആദ്യമായിട്ട് ഈ പറയുന്ന 3 ടയർ പഞ്ചായത്ത് രാജ് സംവിധാനം എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് അല്ലെ. 3 ടയർ പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവരുന്നത് ഈ പറയുന്ന ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് 1959 എന്ത് ചെയ്യുന്നത് രാജസ്ഥാൻ അഡോപ്റ്റ് ചെയ്തത് എന്ത് തന്നെയാണത് 3 ടയർ പഞ്ചായത്ത് രാജ് സംവിധാനമാണ് അല്ലെ. അതായത് ഗ്രാമതലങ്ങളിൽ വില്ലേജ് ലെവലുകളിൽ ഗ്രാമപഞ്ചായത്ത് അല്ലെ. വില്ലേജ് ലെവലുകളിൽ ഗ്രാമപഞ്ചായത്ത്.
പഞ്ചായത്താണ് എന്ത് ചെയ്യുന്നത് വില്ലേജ് തലങ്ങളിൽ വരുന്നത്. ഇനി ബ്ലോക്ക് തലങ്ങളിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ബ്ലോക്ക് തലങ്ങളിൽ പഞ്ചായത്ത് സമിതി വരും അല്ലെ. എന്താണ് പഞ്ചായത്ത് സമിതി ആയിരുന്നു. അതേപോലെ തന്നെ ജില്ലാ തലങ്ങളിൽ ഡിസ്ട്രിക്റ്റിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ജില്ലാ പരിഷത്തായിട്ട് മാറി, അല്ലെങ്കിൽ ജില്ലാ പരിഷത്തായിട്ട് മാറും. പരിഷത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറും അല്ലെ. പരിഷത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറും. ജില്ലാ പരിഷത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ പരിഷത്തായിട്ട്. ഓക്കെ, അതെന്ത് നോട്ട് ചെയ്യുക. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഈ പഞ്ചായത്ത് രാജ് സംവിധാനം വരുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ് അല്ലേ. അടുത്തത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഇന്ത്യൻ സുപ്രീം കോടതി എന്നാണ് രൂപീകരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏത് വർഷമായിരിക്കാം? അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന സുപ്രീം കോടതി ഒരു ഐഡിയ വരുന്നത് റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഭാഗമായിട്ടാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഭാഗമായിട്ട് 1774 കൽക്കട്ടയിൽ ഫോർട്ട് വില്യത്തിലാണ് സുപ്രീം കോടതി വരുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ ചോദ്യം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എന്നുള്ളതാണ് അല്ലേ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന തിലകമാർഗ്, ന്യൂഡൽഹിയിലെ തിലകമാർഗിൽ കാണപ്പെടുന്ന സുപ്രീം കോടതി ഉണ്ടല്ലോ, മകുടങ്ങളോട് കൂടി സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏത് വർഷമാണെന്നുള്ളതാണ് ചോദ്യം. ഏത് വർഷമാണ്? 1950 എന്ത് ചെയ്യുന്നത്? ഇന്ന് കാണുന്ന സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? രൂപീകൃതമാകുന്നത്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? രൂപീകൃതമാകുന്നത്. അതിന് മുമ്പ് അത് ഫെഡറൽ കോടതിയായിരുന്നു അല്ലേ. അത് ഫെഡറൽ കോടതിയായിരുന്നു. പിന്നാണ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആയിട്ട് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. ഏത് വർഷം? 1950s. ഓക്കെ അല്ലേ. അപ്പം കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അത് ഇത്തരത്തിൽ നമ്മുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഒരു സംഹിതയായിരുന്നു ഇത്ര നേരം പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് പോയിന്റ്സുമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒന്ന് നോട്ട് ചെയ്ത് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഈ മേഖലയൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ഓക്കെ, വളരെ കുറച്ച് നേരം കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോയത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. ഓക്കെ, ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? സുഹൃത്തുക്കളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ, സെറ്റാണേ? ഓക്കെ ആണല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ടും അറിയിക്കാം. ഓക്കെ അല്ലേ. താങ്ക് യു ഓൾ. ബൈ.